എല്ലാവർക്കും ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. മാസം വെറും 1.5% പലിശ മാത്രം. ഈ പരസ്യം കാണുമ്പോൾ വലിയ ആശ്വാസം തോന്നും. ഇനി നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം. 1.5യെ 12 ഗുണിച്ചാൽ കിട്ടുന്നത് 18%. ബാങ്കിൽ പോയി ചോദിച്ചാൽ 10-12% കിട്ടുന്ന ലോണാണിത്. 18% പലിശയ്ക്ക് നിങ്ങൾ ഒപ്പിടാൻ പോവുകയാണ്. വലിയ സംഖ്യയെ ചെറുതാക്കി കാണിക്കുന്ന പഴയൊരു തന്ത്രമാണിത്. പ്രതിവർഷം എന്ന് കേട്ടാൽ നമുക്ക് പേടി തോന്നും. അതുകൊണ്ട് അവർ പലിശ പ്രതിമാസം എന്ന് പറയും. ലോൺ എടുക്കും മുമ്പ് പലിശ മാത്രം നോക്കിയാൽ പോരാ. ബാങ്കുകൾക്ക് ഇതൊരു വലിയ ബിസിനസ്സാണ്. ലോണിന്റെ ശരിക്കുള്ള വില വെറും പലിശയല്ല, അതിൽ പ്രോസസ്സിംഗ് ഫീസും ഒളിഞ്ഞിരിപ്പുണ്ടാകും. സാധാരണ ലോൺ തുകയുടെ 1 മുതൽ 3% വരെയാണിത്. ഈ തുകയ്ക്ക് GST വേറെ നൽകണം. EMI മുടങ്ങിയാൽ വലിയ പിഴ വരും. ലോൺ നേരത്തെ അടച്ചു തീർക്കണമെങ്കിൽ പ്രീ ക്ലോഷർ ചാർജും നൽകണം. ഇതെല്ലാം ചേർത്താണ് ലോണിന്റെ ആകെ ചിലവ് കാണേണ്ടത്. ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കി മാത്രം ലോൺ പേപ്പറിൽ ഒപ്പിടുക. ഒരു ഉദാഹരണം വഴി ഇത് ലളിതമാക്കാം. 5 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുന്നു. 12% പലിശയ്ക്ക് 3 വർഷത്തേക്കാണ് ലോൺ. മാസം ഏതാണ്ട് 16,500 രൂപ വരും. 3 വർഷം കഴിയുമ്പോൾ ബാങ്കിന് 6 ലക്ഷത്തോളം കിട്ടും. ഇതിൽ 1 ലക്ഷം രൂപ ശുദ്ധ പലിശയാണ്. ഇത് കൂടാതെ 10,000 രൂപയോളം പ്രോസസ്സിംഗ് ഫീസായി പോകും. ആദ്യ ദിവസം തന്നെ ഈ തുക അവർ എടുക്കും. നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുക കുറവായിരിക്കും. ഇപ്പോൾ RBI പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് KFS അഥവാ കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ്. 2025 ഒക്ടോബർ മുതൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭക്ഷണപ്പൊതിയിലെ ലേബൽ പോലെയാണിത്. ലോണിന്റെ ആകെ ചെലവ് ഇതിൽ ഒറ്റ പേജിൽ കാണാം. APR എന്ന സംഖ്യ ഇതിൽ ശ്രദ്ധിക്കണം. പലിശയും ഫീസും എല്ലാം ചേർന്ന ശരിക്കുള്ള ചെലവാണിത്. ഈ രേഖ തരാത്ത ബാങ്കുകളെ വിശ്വസിക്കരുത്. സുതാര്യത കുറവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ലോൺ കിട്ടാൻ സിബിൽ സ്കോർ വളരെ പ്രധാനമാണ്. സ്കോർ കൂടിയവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടും. ഒരേ ബാങ്കിൽ തന്നെ 2 പേർക്ക് 2 പലിശയാകാം. 750 മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. 700-ൽ താഴെയാണെങ്കിൽ പലിശ കൂടും. 5 ലക്ഷം ലോണിൽ വലിയൊരു തുക ലാഭിക്കാൻ ഇത് സഹായിക്കും. 40,000 രൂപ വരെ ഇങ്ങനെ ലാഭിക്കാൻ കഴിഞ്ഞേക്കും. സ്കോർ കൃത്യമായി നോക്കി മാത്രം മുന്നോട്ട് പോവുക. സിബിൽ സ്കോർ ഇപ്പോൾ വെബ്സൈറ്റിൽ സൗജന്യമായി നോക്കാം. സ്കോർ കുറവാണെങ്കിൽ പഴയ കുടിശ്ശികകൾ തീർക്കുക. 2 മാസം കാത്തിരുന്നാൽ സ്കോർ മെച്ചപ്പെടും. ഒരേ സമയം പല ബാങ്കുകളിൽ അപേക്ഷ നൽകരുത്. അത് സിബിൽ സ്കോറിനെ ദോഷകരമായി ബാധിക്കും. ഒരു ബാങ്കിൽ മാത്രം ആദ്യം സംസാരിക്കുക. താരതമ്യം ചെയ്ത ശേഷം മാത്രം അപേക്ഷ നൽകുക. ഇതാണ് ബുദ്ധിപരമായ രീതി എന്ന് തന്നെ പറയണം. എവിടെ നിന്ന് ലോൺ എടുക്കണം എന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ ശമ്പളം വരുന്ന ബാങ്കിൽ ആദ്യം ചോദിക്കുക. അവിടെ പ്രീ അപ്രൂവ്ഡ് ഓഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിൽ പലിശ കുറവായിരിക്കും, പക്ഷെ അവിടെ നടപടിക്രമങ്ങൾക്ക് താമസമെടുത്തേക്കാം. സ്വകാര്യ കമ്പനികൾ അഥവാ NBFCകൾ വേഗത്തിൽ ലോൺ നൽകും. അവർ പലിശ കൂടുതൽ വാങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സൗകര്യം നോക്കി മാത്രം തീരുമാനിക്കുക. ഓൺലൈൻ ആപ്പുകൾ ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കണം. ആ ആപ്പ് RBI അംഗീകരിച്ചതാണോ എന്ന് നോക്കുക. RBI വെബ്സൈറ്റിൽ ഈ ലിസ്റ്റ് കാണാൻ കഴിയും. അംഗീകാരമില്ലാത്ത ആപ്പുകൾ വലിയ കെണിയാണ്. അമിത പലിശയും ഭീഷണിയും അവർ ഉപയോഗിച്ചേക്കാം. വിശ്വസനീയമായ സ്ഥാപനങ്ങളെ മാത്രം സമീപിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്ന് ഓർക്കുക. ബാങ്കുകൾ ലോണിനൊപ്പം ഇൻഷുറൻസിനും നിർബന്ധിക്കാറുണ്ട്. ഇതൊരു തെറ്റായ പ്രവണതയാണെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് എടുക്കാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഇൻഷുറൻസ് തുക കൂടി ലോണിൽ ചേർത്താൽ പലിശ കൂടും. 5 ലക്ഷം ലോൺ എന്നത് 5.5 ലക്ഷമായി മാറും. ഇതിനെ മിസ്സെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് നിയമവിരുദ്ധമായ കാര്യമാണെന്നും ഓർക്കണം. 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ഇതിൽ കർശന നിയമം കൊണ്ടുവന്നു. ഇൻഷുറൻസ് അടിച്ചേൽപ്പിക്കുന്നത് കുറ്റകരമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചാൽ രേഖാമൂലം ആവശ്യപ്പെടുക. ഇത് നിർബന്ധമാണെന്ന് അവർ എഴുതി തരില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇൻഷുറൻസ് എടുക്കുക. പുറത്തുള്ള കമ്പനികളിൽ നിന്ന് ഇതിലും കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് കിട്ടും. ബാങ്കിന്റെ പാക്കേജിൽ പെട്ടുപോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ലോൺ നിരസിച്ചാൽ അതിന് കാരണം ബാങ്ക് പറയണം. രാവിലെ 8 മണിക്ക് മുമ്പ് കളക്ഷൻ ഏജന്റ് വിളിക്കാൻ പാടില്ല. രാത്രി 7 മണിക്ക് ശേഷവും അവർക്ക് അനുവാദമില്ല. പരാതിയുണ്ടെങ്കിൽ RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഓൺലൈൻ വഴി സൗജന്യമായി പരാതി നൽകാവുന്നതാണ്. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു മികച്ച സുരക്ഷാ കവചമാണ്. ലോൺ എടുക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. KFS രേഖ ചോദിച്ചു വാങ്ങാൻ മടിക്കരുത്. സിബിൽ സ്കോർ മെച്ചപ്പെടുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക. ബാങ്കുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇൻഷുറൻസ് എടുക്കരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലോൺ ഒരു ഭാരമാകില്ല. സുരക്ഷിതമായ സാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് നേരുന്നു. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇവിടെ പറഞ്ഞ ഒന്നും നിക്ഷേപ ഉപദേശമല്ല. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നന്ദി.